ഏതപ്പോ പുതിയൊരു കാറ്? നാട്ടിൽ ആദ്യമായിട്ടാണല്ലോ ഇപ്പൊ ഈ കാറില്ലേ? അതെ, ഈ റിട്ടയർഡ് മിലിറ്ററി ബീരാനാജിയുടെ വീട് എവിടെയാ? അതിപ്പോ ഇവിടെ അടുത്ത് തന്നെയാ. നിങ്ങൾ മൂപ്പരെ? ഞാൻ അദ്ദേഹത്തിന്റെ മകന്റെ സ്നേഹിതനാ. എന്നാ കുട്ടിയെ ഈ മൂപ്പരുടെ ഒപ്പം പോയി വീടൊന്ന് കാണിച്ചു കൊടുക്ക്. ചെല്ല്. അല്ല, ബീരാനാജിന്റെ മകന്റെ സ്നേഹിതൻ എന്ന് പറയുമ്പോ ഏത് മകന്റെ സ്നേഹിതനാ? ജാബിറിന്റെയോ അതോ സിദ്ദീഖിന്റെയോ? അതിപ്പോ ഏത് മകന്റെ ചങ്ങാതിന്ന് ചോദിക്കാണ്ടോ, ജാബിന്റെ ആയിരിക്കും. അല്ലെങ്കിൽ തന്നെ സിദ്ദീഖിനെ ചോദിച്ചാൽ ആരങ്ങോട്ട് വരാനുള്ളത്? ഇവിടെ കളിച്ചു നടക്കുന്ന ഓണത്തെരഞ്ഞ ആര് വരാനാ? കാറിലൊരാള് തെരഞ്ഞു വന്നതുകൊണ്ട് നല്ലവനും തെരഞ്ഞു വരാൻ ഇല്ലാത്തതുകൊണ്ട് മോശക്കാരനും ആണെങ്കിൽ ഞാനും നിങ്ങളൊക്കെ സിദ്ദീഖിന്റെ മാറ്റി തന്നെയല്ലേ? അപ്പൊ പിന്നെ ഒരാളെ മാത്രം തരം താഴ്ത്തി പറയുന്നതിന്റെ വല്ല കാര്യമുണ്ടോ? അത് ശരിയാ. ഈ നാട്ടില് ചെറിയ കുട്ടികൾ മുതൽക്ക് മയ്യത്താവാൻ കിടക്കുന്ന വയസ്സന്മാര് വരെ സിദ്ദീഖിനറിയും. എല്ലാവരുമായുള്ള ഓനിടപെടല് അങ്ങനെയാണ്. മാത്രല്ല, നമ്മുടെ നാട്ടിൽ എത്ര പണക്കാരുണ്ട്, അറുത്ത കൈക്ക് ഉപ്പ് തേക്കാത്തവർ. മരിച്ചു പോകുമ്പോ പണവും കെട്ടിപ്പോയിഞ്ഞോണ്ട് പോകും തോന്നും. അവരുടെ ഓരോ ചെയ്തികൾ കാണാൻ അവര് നേരം പോക്കിന് ചെലവാക്കി കളയുന്ന കാശ് മതി ഇവിടുത്തെ പാവപ്പെട്ട കുടുംബങ്ങളിലെ ദുരിതമാറ്റാൻ. അത്തരത്തിലുള്ള പണക്കാർക്കിടയിലെ ഒരു വേറിട്ട വ്യക്തിത്വമാണ് സിദ്ദീഖിന്റേത്. അനന്തമാഷ് പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളും അംഗീകരിച്ചതാ. സിദ്ദീഖിനെ നമ്മക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ? ഓനൊരു പാവല്ലേ? എങ്ങോട്ടാ കുട്ടികൾ ഓടുന്നത്? ജാബിറില്ലേ ഇവിടെ? ഉണ്ട്, വിളിക്കാം. മോനെ മനസ്സിലായില്ലല്ലോ. ഞാൻ ജാബിറിന്റെ സ്നേഹിതനാ. ജാബിറേ. ഹായ് മനോജ്, വാട്ട് എ സർപ്രൈസ്. എന്താണോ അത്? യാതൊരു മുന്നറിയിപ്പില്ലാതെ വാ കയറിയിരിക്കേ. നിന്റെ നാടൊക്കെ എനിക്ക് ഇഷ്ടായി. വെരി ബ്യൂട്ടിഫുൾ. പിന്നെ എന്തൊക്കെയുണ്ടോ വിശേഷങ്ങൾ? നിന്റെ വാപ്പാനെ കണ്ടില്ലല്ലോ. അപ്പുറത്ത് ഖുർആൻ ഓതിക്കൊണ്ടിരിക്കണ്ട്. ബാപ്പനുണ്ട്. ബാപ്പ ഇതിന്റെ സ്നേഹിതനാ മനോജ്. ഹലോ. MBA ഒക്കെ ഞങ്ങൾ ബാംഗ്ലൂർ ഒരുമിച്ചായിരുന്നു. എവിടെയാണ് വീട്? തലശ്ശേരിയിലാ. ശരി. എഴുതിട്ടില്ലേ? അപ്പുറത്ത് ആരൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. അത് നമ്മളെ സിദ്ദീഖിന്റെ സുഹൃത്തുക്കളായിരിക്കും. നല്ല ആളാ. ഇപ്പൊ എണീക്കണുള്ളൂ. നമ്മൾ ഇന്നലെ രാത്രി പിരിഞ്ഞപ്പോ തന്നെ 12 മണിയായില്ലേ? ഉറങ്ങിയപ്പോ 1 മണിയായി. പിന്നെ സുബൈ നിസ്കരിച്ച് വീണ്ടും കിടന്നപ്പോ നേരെ ഉച്ചയായത് അറിഞ്ഞില്ല. ഞാൻ പെട്ടെന്ന് റെഡിയാകുമ്പോഴത്തേക്കും നിങ്ങൾ കുഞ്ഞുമോയക്കാൻ്റെ ചായപ്പീടിയെന്ന് ഓരോ ചായയും കടി എൻ്റെ വക കുടി. അപ്പോഴേക്കും ഞാൻ അവിടെ എത്തും. പിന്നെ മുരളിയെ കണ്ടാൽ അവിടെ നിൽക്കാൻ പറയണം. ശരി എന്നാ. ഓ നല്ല കേരള അതൊക്കെ. ഈ സിദ്ദീഖിന്റെ മാരിയാണ് എത്ര സുഖമായിരുന്നു. ഓന്റെ വാപ്പ സമ്പാദിച്ച സ്വത്തും പണവും നോക്കി നടന്നാ പോരെ ചങ്ങായിക്ക്? അല്ലെങ്കിൽ ഓന്റെ ശേഷം ജാബിറിനെ പോലെ ഉയർന്ന പഠിപ്പ് ജോലി വേണേ. പഠിക്കേണ്ട കാലത്ത് പഠിച്ച് അന്ന് വെറുതെ കളിച്ചാൽ പഠിച്ചിട്ടില്ലാന്ന് പറയരുത്. 6ാം ക്ലാസ് വരെ പഠിച്ചില്ലേ? എന്താ മനുഷ്യനെ കളിയാക്കാണോ? അല്ല, അന്നെ കളിയാക്കുക. അപ്പൊ ഈ പെമ്പറന്നത്തി മനസ്സിലെന്നാ സിദ്ദീഖ ഈ പറയണത്? എന്തിനാ ജാനകി നീ എന്നെ ദൈവത്തെ പോലെ ഇങ്ങനെ പൂജിക്കുന്നത്? ഒരു ഭർത്താവിന്റെ സ്നേഹവും സന്തോഷവും നിനക്ക് തരാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. അതിന് മുമ്പ്
ദൈവം എന്നെ ഈ കിടക്കയിൽ ഇങ്ങനെ കിടത്തിയില്ല. കൊന്നൂടെ നിനക്ക് എന്നെ കഴുത്തൊന്ന് നെരിച്ചാൽ പോരെ, ഇല്ലെങ്കിൽ തന്നൂടെ ഒത്തിരി വിഷം. ഭാരം എന്താ നിങ്ങളെ പറയണത്? അങ്ങനെയൊന്നും പറയരുത്. അമ്മേ, അച്ഛൻ കരയണോ അമ്മേ? വിഷമിക്കണ്ട, പറയൂ അമ്മേ. ഇല്ല മോളെ, അച്ഛൻ കരയുന്നൊന്നുമില്ല, മോള് വിഷമിക്കണ്ട. മോനെ എന്തായി? മരുന്ന് കിട്ടിയോ? ഞാൻ വിചാരിച്ചോട് അടുത്തൊന്ന് കാശ് കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ എന്താ ചെയ്യാ? മുരളിയെ, എന്താ എല്ലാവരും ഇങ്ങനെ? എന്ത് പറ്റി? മുരളി വാ. എന്താ മുരളി പ്രശ്നം? അച്ഛൻ്റെ അസുഖം കൂടുതലാണോ? നിന്നെ 2 ദിവസമായിട്ട് കാണാൻ തന്നെ ഇല്ലല്ലോ. കാശിന്റെ പ്രശ്നമാണെങ്കിൽ അതിനുള്ള പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നാ തൽക്കാല പ്രശ്നങ്ങൾ ഇതുകൊണ്ട് തീർക്ക്. ഇത് 5000 രൂപയുണ്ട്. എടാ സിദ്ദീഖ്, എങ്ങനെടാ ഞാൻ ഇതിനൊക്കെ പ്രത്യുപകാരം ചെയ്യാം? നീ തന്ന ഒരുപാട് വലിയ സംഖ്യകൾ ഞാൻ നിനക്ക് തിരിച്ചു തരാനുണ്ട്. ഇതൊന്നും വേണ്ടില്ലായിരുന്നു. നീ തിരിച്ചു തരാനല്ല ഞാൻ ഇതൊക്കെ തരുന്നത്. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നടന്നു കാണുമ്പോഴുള്ള ഒരു മനസ്സമാനത്തിന് വേണ്ടിയാ. നീ അതിന്റെ കണക്കും കാര്യം എടുത്ത് തലവുണ്ടാക്കണ്ട. കാശ് അമ്മയെ ഏൽപ്പിച്ച് എന്റെ കൂടെ വാ. കടന്റെ പണി കിടക്കണോണ്ട് കച്ചവടമൊക്കെ ഞാൻ പുറയിലേക്കാക്കി. അതുകൊണ്ട് ഇപ്പൊ പെരയൊക്കെ ഒന്ന് കാണാനായില്ലോ. അല്ലെങ്കിൽ ഇപ്പഴെന്നാ പെരയിലേക്ക് വരിക? എന്റെ മയ്യത്തെടുക്കുമ്പോ ഇല്ല ആനന്ദ മാഷേ? പിന്നല്ലാതെ അവിടെ ഉള്ള നാട്ടുകാരൊക്കെ എന്റെ പറ്റും വാങ്ങി പറ്റിച്ചതല്ലേന്ന്. ഇപ്പൊ 4 ഭരണി 4 മുട്ടായി. അത് മതിന്ന്. എന്തെങ്കിലൊക്കെ ശരിയാവുന്നു. കുഞ്ഞു മൊയ്യാക്ക പണ്ട് നാട് വിട്ടു പോരുന്ന കൽക്കൂണിലെ ആ മോയ്യാക്ക തിരിച്ചു വന്നിക്കണല്ലോ. മൂപ്പര് നാട് വിടുന്ന കാലത്ത് ഇജ്ജൊന്നും ജനിച്ചിട്ടുണ്ടാവൂല. ഇജ്ജ് പറഞ്ഞു കേട്ടാ തോന്നും മൊയ്തിയാക്കാക്ക് നാട് വിടല് പഠിപ്പിച്ചത് ഇജ്ജാണെന്ന്. നിങ്ങൾ അങ്ങനെ കോരുവിനെ കളിയാക്കല്ലേന്ന്. കോരു വേറെന്തോ കാര്യം പറഞ്ഞു വരികയായിരുന്നു. കോരു പറ. ഈ ആനന്ദം മാഷക്കല്ലാതെ ഒറ്റൊന്നിനും ഒരു സംഗതി മനസ്സിലാക്കാനുള്ള തലയല്ല. വെറുതെ ഇളിച്ചാൻ പറ്റും. അതിന് നേതാവാകാൻ കുഞ്ഞു മൊയ്യാക്കി. അത് പോട്ടെ കോരു, ഈ കാര്യം പറ. ഞാൻ പറഞ്ഞ ആ മൊയ്യാക്ക വലിയ പോക്കരിയായിരുന്നല്ലോ. അവിടെ ഒറ്റയടിക്ക് 25 ആളെ മലർത്തടിച്ചിട്ടുണ്ട്. അതൊക്കെ ബേഡായി വിടാന്നല്ലാതെ. അതിപ്പോ ഈ ചായപ്പിടിയെന്ന് നല്ല ചായ കിട്ടുമെന്ന് പറഞ്ഞാല് പച്ച നോണേ ബടായി എന്ന് ഞമ്മക്ക് പറയാം. കാരണം ഇന്ന് വരെ ആർക്കും ഈ ചായപ്പിടിയെന്ന് നല്ലൊരു ചായ കിട്ടിയിട്ടില്ല. കോരു എന്റെ മണ്ടത്തലിക്ക് നന്നല്ല. അത് പോട്ടെ, ആ വരുന്ന ആളാണോ കോരു പറഞ്ഞ മൊയ്തീൻ? അതന്നെ ഞാൻ പറഞ്ഞ പോക്കി മൊയ്തേക്ക മൂപ്പരന്നെ. കുറച്ചിട്ട് നീങ്ങിരിക്കാം. മനസ്സിലായില്ല. ഒരു ചായ കൊണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവൂലേ? മനസ്സിലായി. ഇപ്പൊ തരാം. നിങ്ങളെ മനസ്സിലായില്ല? മനസ്സിലാക്കി തരാം. എന്റെ അമ്മ ഈ പണ്ടാരക്കാലം എന്റെ അടുത്ത് തന്നെ വന്നിരിക്കുന്നത്. എങ്ങനെ ഇപ്പൊ കഴിയില്ല? കുറച്ച് നീങ്ങിരിക്കാം. ഇതിന് ചായ നാരാ പറയാ. എനിക്ക് പറ്റിയൊരു ചായ എടുക്ക്. എന്റെ അമ്മ ഇവിടെ നിന്ന് കഴിച്ചാൽ മതി. കുടുങ്ങിയില്ല ഉടച്ചോനെ.
ഇങ്ങനെ ഒരാളോട് ഉണ്ടായിരുന്നു. ഇയാളെ കണ്ടിട്ട് പേടിച്ചെന്ന് അറിഞ്ഞാൽ വളരെ മോശ. ധൈര്യം കാട്ടി നിൽക്കാം. ഇവന്റെ കഥ ഒന്ന് കഴിഞ്ഞതാ. മൊയ്തേക്ക, നിങ്ങൾ കറാച്ചിയിലെ ദുബായിലെ എവിടേക്കോ 25 ആളെ ഒറ്റ അടിക്ക് അടിച്ചു മരത്തി എന്നൊക്കെ പറയുന്നുണ്ട്. അല്ല, വല്ല സത്യം ഉണ്ട് അതില്? കണ്ട അയാളെ പോയ പോക്ക്. ഒരു ഈച്ചനെ പോലും തൊടാൻ ധൈര്യമില്ലാത്ത ആളാ 25 ആളെ ഒറ്റ അടിക്ക് അടിച്ചു മരത്തിന്ന്. വിടൽസ്, വെറും വിടൽസ്. അല്ല പിന്നെ ഞാൻ പുതിയ വീട്ടിൽ കാട്ടുപോ രജനീകാന്ത് പാപ്പിച്ച് അഞ്ചാ രജനി സ്ഥലൊക്കെ എവിടെ പോയടാ? വെറുതെ വടി കൊടുത്ത് അടി വാങ്ങില്ലേ? ഓൻ്റെ ഒരു പാൻറ്റും കോട്ടും ഇന്റെ അത്രയും കൂടി ധൈര്യമല്ലോ നീ.